പ്രാണൻ നൽകിയവനും മറുവശത്ത് പ്രാണനായി മാറിയവനും. നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ അറിയേണ്ടല്ല. ശിവ മാന്യത കാണിക്കുന്ന നിന്റെ ഓർത്താണ്. എന്നെ വേണമെങ്കിൽ പിന്നെ നീ ഒരിക്കലും എന്നെ കാണില്ല. അവന്റെ വാക്കുകൾ അവളെ കൂടുതൽ തളർത്തി. ആരും അവളോട് അരുതെന്ന് പറയുന്നില്ലല്ലോ എന്നോർത്ത് അവൾക്ക് അത്ഭുതമായി. അവരും അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവൾ ചിന്തിച്ചു. അടുത്ത നിമിഷം ശിവ അവളുടെ കൈകളെ പിടിച്ചു. അഞ്ജലിയുടെ മിഴികൾ നേരെ പോയത് രമേശിന് നേരെയാണ്. അയാളുടെ മുഖം ക്രോധത്താൽ വലിഞ്ഞു മുറുകുന്ന കണ്ടതും അഞ്ജലി അയാളെ നോക്കി കൈകൂപ്പി. പ്ലീസ് പപ്പ, സ്നേഹിച്ചു പോയി, പിരിയാൻ കഴിയാത്ത വിധം അടുത്തുപോയി. അവന്റെ കൂടെ ഇറങ്ങിയാ പിന്നെ രമേശ് നമ്പ്യാർക്ക് മക്കൾ 2 1. നിന്റെ മരണം ഞാൻ മനസ്സിലങ്ങ് ഉറപ്പിക്കും. സ്നേഹിച്ചു പോയതിനാണോ ഈ ശിക്ഷ? ശിവയെ സ്നേഹിച്ചതിനാണോ? അവന്റെ സ്ഥാനത്ത് ഞാൻ കാശുള്ളതിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ പപ്പ സമ്മതിച്ചിരുന്നു അല്ലേ? പണമാണോ സ്നേഹത്തിന്റെ അടയാളം? നീ നിന്ന് പ്രസംഗിക്കണ്ട. എന്റെ മോളായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം, അല്ലെങ്കിൽ നിനക്ക് പോവാം. പിന്നെ എന്റെ കൺമുമ്പിൽ വരരുത്. അന്ന് രാത്രി പപ്പ എന്നെ തല്ലി ശിവ മറക്കാൻ പറഞ്ഞപ്പോഴും പിറ്റേന്ന് ഞാനത് അനുസരിച്ച്. പക്ഷെ എൻ്റെ ഒരു മാറ്റം പോലും അവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ കൂടെ ഞാൻ സന്തോഷവതിയായിരിക്കും പപ്പ. ഈ ലോകത്ത് എവിടെയും കിട്ടാത്ത സ്നേഹം കരുതലും എനിക്ക് അവൻ്റെ കൂടെ ഉണ്ടാവും. അഞ്ജലി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ശിവ അവളെ ചേർത്ത് പിടിച്ചു. രാധ കണ്ണു തുടച്ചുകൊണ്ട് അഞ്ജലിയുടെ അരികിൽ വന്നു. അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ മുത്തി. എൻ്റെ മോള് കരയരുത്. നിന്റെ സന്തോഷം എന്താണോ അതാണ് അമ്മയുടെ സന്തോഷം. എൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും നിനക്ക്. അവളുടെ നെറുകയിൽ തൊട്ടുകൊണ്ട് രാധ പറയുമ്പോൾ അഞ്ജലി മിഴികൾ കൂടി അത് സ്വീകരിച്ചു. അത് കണ്ടത് രമേശിന് ദേഷ്യം കൂടി. അജയും അഞ്ജലിയുടെ അടുത്ത് വന്നു. ശിവ അവരിൽ നിന്നെല്ലാം മാറി നിന്നു. എൻ്റെ മോൾ സങ്കടപ്പെടില്ല. സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിക്കണം. അവിടെ പണമോ പ്രശസ്തിയോ നോക്കരുത്. നിന്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്നെ ഇവിടെ ആരും ശപിക്കില്ല. അജയ്! രമേശ് ദേഷ്യത്തിൽ അലറിയത്. അജയ് രമേശിനെ നേരെ തിരിഞ്ഞു. പപ്പക്ക് മക്കളുടെ മനസ്സറിയില്ല. ഞാൻ ഷാലിനെ സ്നേഹിച്ചപ്പോഴും ഇതുപോലെ എന്നെ തടഞ്ഞില്ലേ? ഷീവയില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഇവളെ കിട്ടില്ല. പപ്പയുടെ ക്രൂരത കൊണ്ട് എനിക്ക് നഷ്ടമായത് എൻ്റെ കുഞ്ഞിനെയാണ്. അജയ് ഉള്ളിലെ സങ്കടം പെയ്തൊഴുക്കിയായിരുന്നു. അവന്റെ വാക്കുകൾ ശാലിനിക്ക് ശിവക്ക് അമ്പരപ്പുണ്ടാക്കി. അതുവരെ അവൻ കൂടെ കൂട്ടുന്നായിരുന്നു അതിന് പിന്നിലെന്ന് കരുതിയ അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞ് കുറ്റബോധം തോന്നി. ശാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. നമ്മുടെ അഞ്ജുവല്ലേ പപ്പ, അവളുടെ സന്തോഷം അതിന് നമുക്ക് വലുത്. സമ്മതിച്ചേക്ക്. അവളുടെ കൂടെ എന്നാ നിനക്കും ഇറങ്ങായി പടി. എനിക്കിങ്ങനെ 2 മക്കൾ വേണമെന്നില്ല. ദയയുടെയോ സ്നേഹത്തിൻ്റെയോ ഒരു കണിക്ക് പോലെ അയാളിൽ നിന്ന് ആ നിമിഷം എല്ലാവരും തിരിച്ചറിഞ്ഞു. അഞ്ജലി കണ്ണു തുടച്ചുകൊണ്ട് പുറകിലായി നിൽക്കുന്ന ശിവയെ നോക്കി. പിന്നെ നേരെ രമേശിൻ്റെ അടുത്ത് പോയി. എനിക്ക് ശിവയെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല പപ്പ. അത് പപ്പയോടുള്ള സ്നേഹക്കുറവുണ്ടല്ല. അവനില്ലാതെ എനിക്ക് കഴിയില്ല. എന്നെ ശപിക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി നേരെ തിരിഞ്ഞ് ശിവയുടെ അരികിലേക്ക് നടന്നു. അവൻ നീട്ടിയ കൈ പിടിച്ച് അവൻ അവൻ്റെ അരികിലേക്ക് നീങ്ങി. എല്ലാവരെയും ഒന്ന് തിരിഞ്ഞു നോക്കി. ഗൗതമും കീർത്തിയും സന്തോഷത്തോടെ ചിരിച്ചു. അജയ് രാധയും സങ്കടത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. ശിവയുടെ കൈ പിടിച്ചവൾ ആ വീടിന്റെ പുറത്തു വന്നു. അവർക്ക് പുറകിൽ ഡാനിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ശിവ നടത്തു നിർത്തി. അഞ്ജലി എന്തായെന്ന ഭാവത്തിൽ അവനെ നോക്കി. നിന്റെ തന്തയുടെ ഒരു തരി പൊന്നുപോലും നിന്റെ ദേഹത്ത് പാടില്ല. എല്ലാം ഈ പടിക്കൽ വെച്ചിട്ട് വേണം എൻ്റെ പെണ്ണായി ഇറങ്ങാൻ. ശിവ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി നടന്നു. അവൻ ബൈക്കിൽ ചാരിയുന്ന അഞ്ജലിയെ നോക്കി. അഞ്ജലി കഴുത്തിലെ മാലയും കമ്മലും കയ്യിലൊരു വളയും ഊരി. അവൾ തിരിഞ്ഞ് കീർത്തിയെ വിളിച്ചു. അത് അവളുടെ കയ്യിൽ കൊടുത്തു. കീർത്തി അഞ്ജലിയെ കെട്ടിപ്പിടിച്ചു. അവിടുന്ന് ഇറങ്ങി അഞ്ജലി നേരെ ശിവയുടെ അരികിൽ വന്നു. ഈ പടി ഇറങ്ങുന്നതോടെ നിന്റെ കണ്ണുനീര് അവസാനിക്കണം. അഞ്ജലി മിഴികൾ ഉയർത്തി അവനെ നോക്കി. ശിവ ബൈക്കിൽ കയറിയെന്ന് അവളെ നോക്കി കയറാൻ പറഞ്ഞു. അഞ്ജലി കയറിയിരുന്ന് അകത്തേക്ക് നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ഗൗതമിനെയും കീർത്തിയും കണ്ടതും കണ്ണുകൾ അകത്തേക്ക് പാഞ്ഞു. അകത്തി രമേശിന്റെ ദേഷ്യം തീർക്കായിരിക്കുന്ന ഓർത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശിവ കാണാതെ അവൾ വേഗം തുടച്ചു മാറ്റി. ഡാ, നീ എങ്ങനെ വരും? ഞാനകത്തേക്കാം, നിങ്ങൾ കിട്ടോ. ഡാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ ബൈക്ക് എടുത്തു. അവന്റെ തോളിൽ തലയായിച്ചുകൊണ്ട് അഞ്ജലി കിടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞ് ശിവയുടെ ഫോൺ റിങ് ചെയ്തു. അവൻ ബൈക്ക് സൈഡാക്കി ഫോൺ എടുത്തു. സംസാരം കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അഞ്ജലിയെ തിരിഞ്ഞു നോക്കി. ഇരുന്ന് മോങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഉണ്ടല്ലോ, ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇറക്കി വിടും. പിന്നെ എനിക്ക് കരച്ചിൽ വന്ന് എന്ത് ചെയ്യും? അവളുടെ ഒരു കരച്ചില്. പിന്നെ എന്തിനാ അടിപൊളി എൻ്റെ കൂടെ പോന്നേ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. നിനക്ക് കരയണം നിർബന്ധമാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞോ. അവളുടെ സങ്കടം മാറ്റാമെന്നാണ് ശിവ പറഞ്ഞു. ശിവയുടെ സംസാരം കേട്ട് അഞ്ജലിക്ക് ചിരി വന്നു. അവളവനെ കെട്ടിപ്പിടിച്ച്. ശിവ ഇളം ചിരിയോടെ ബൈക്ക് എടുത്തു. കുറച്ചു ദൂരം കഴിഞ്ഞ് ബൈക്കിൽ നിന്നു അഞ്ജലി ചുറ്റും നോക്കി. അമ്പലത്തിലാണെന്ന് കണ്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവിടെ ഡാനി ശിവയുടെ ആളുകൾ നിൽക്കുന്ന കണ്ട് അഞ്ജലിക്ക് കാര്യം മനസ്സിലായി. അവൾ ശിവയെ പേടിയോടെ നോക്കി. ശിവ ബൈക്കിൽ നിന്നിറങ്ങി അവളുടെ മുമ്പിൽ നിന്നു. വാശിക്ക് വേണ്ടിയാണ്. നിന്നെ എനിക്ക് നഷ്ടമാവാതിരിക്കാൻ ഇപ്പം ഇത് ആവശ്യമാണ്. ഇന്നു മുതൽ നീ രമേശ് തമ്പേരിയുടെ മോളല്ല, ശിവജിത്തിന്റെ ഭാര്യയാണ്. അവന്റെ വാക്കുകൾ മനസ്സിൽ സന്തോഷം നൽകുന്നുണ്ടെങ്കിലും എന്തോ അവൾക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. ശിവ അവളുടെ അരികിൽ വന്ന് അവളുടെ 2 കൈകളും പിടിച്ചു. എന്നെ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ?
കൂടെ വരേണ്ടിയിരുന്നില്ലെന്ന്. അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പരിസരം പോലും മറന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വന്ന് നിന്നെ വേണ്ടായിട്ടാണ്. ഇനി ഞാനിങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, കെട്ടിയാറണമെന്നൊന്നും ഞാൻ നോക്കില്ല. അവന്റെ കണ്ണിൽ നോക്കി സ്നേഹത്തോടെ അഞ്ജലി പറഞ്ഞത് അവളുടെ പ്രണയം പറഞ്ഞതിന്റെ സന്തോഷത്തോടെ ശിവ അവളെ ചേർത്ത് പിടിച്ചു. അവർ ഒരുമിച്ച് ആ പടികൾ കയറുമ്പോൾ അവരുടെ ഹൃദയം എന്തിനെന്നില്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു. ഒന്നാവാൻ പോകുന്നതിന്റെ സന്തോഷം അവരിൽ നിറഞ്ഞു നിന്നു. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അഞ്ജലിക്ക് സന്തോഷവും ഒപ്പം പ്രിയപ്പെട്ടവരാരുമില്ലാത്തതിന്റെ സങ്കടവും ഉണ്ടായിരുന്നു. അവളുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന ശിവയെ അഞ്ജലി നോക്കി. ശിവ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ കാണിച്ചു. അഞ്ജലി എന്താ എന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗതമിനെയും കീർത്തിയെയും കണ്ട് അവൾ അമ്പരന്നു. അഞ്ജലി ഗൗതമിന്റെ അടുത്തേന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഗൗതം ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. കീർത്തി അവിടെ അരികിൽ വന്ന് നിന്നു. അഞ്ജലി കീർത്തിയുടെ കൈ പിടിച്ച് അവർ രണ്ടുപേരെയും നിറകണ്ണുകളോടെ നോക്കി. എൻ്റെ അഞ്ജൂസിന്റെ കല്യാണത്തിന് ഞങ്ങൾ വരാതിരിക്കൂടി. ഗൗതം പപ്പ, നീ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി. ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഡാനി പറഞ്ഞിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നു. പപ്പ എന്തെങ്കിലും ചെയ്യോടാ? നീ പേടിക്കല്ലേ, നിന്റെ റൗഡിയോടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല. എന്നെയല്ല, അവനെയാവും പപ്പ. ഓടി, നിന്റെ പപ്പ പോലും ശിവയെ പേടിച്ച് കുറച്ച് നീ കണ്ടല്ലേ. എൻ്റെ മോളിപ്പോൾ ഒന്ന് ആലോചിക്കണ്ട, പോയി നിന്റെ റൗഡിയെ സ്വന്താക്കാൻ നോക്ക്. അഞ്ജലി നിറഞ്ഞ ചിരിയോട് ഗൗതമിനെയും കീർത്തിയെയും നോക്കി. അവരവളെയും കൊണ്ട് ശിവയുടെ അടുത്ത് വന്നു. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആളിൽ നിന്ന് വേണ്ട, അളിയനായിട്ട് ഞാനുണ്ട്. ഗൗതം പറഞ്ഞു കേട്ട് ഡാനി അവൻ്റെ അരികിൽ വന്നു. അവൻ്റെ തോൾ കൈയിട്ടുണ്ട്. അവൻ ഒളി കണ്ടിട്ട് കീർത്തിയെ നോക്കി. ശിവ അത് കണ്ടിരുന്നു. കീർത്തി അഞ്ജലിയുടെ അടുത്ത് പോയി നിന്നു. ശിവാഞ്ജലിയിലേക്കുള്ള ദൂരം ഏതാനും നിമിഷങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിവോടെ അഞ്ജലി പ്രണയം നിറഞ്ഞ മിഴികളോടെ ശിവയെ നോക്കി. ഒരിക്കൽ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥിയായി വന്നു. തനിക്ക് മോഹം തോന്നാൻ മാത്രം അവനിലൊന്നും ഇല്ലാതിരുന്നിട്ടും തൻ്റെ പ്രാണനായി മാറി. അവനെക്കുറിച്ച് കൂടുതൽ അറിയും തോറും ഇഷ്ടം കൂടിക്കൂടി വന്നു. ഒടുവിൽ അവനില്ലാതെ കഴിയില്ലെന്ന് തോന്നിയ നിമിഷം തൻ്റെ ഹൃദയം അവന് കൈമാറിയിരുന്നു. അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു അഞ്ജലി. അവളുടെ പിടിയുടെ ബലം കണ്ട് ശിവ അവൾ നോക്കി. പേടിയുണ്ടോ? അഞ്ജലി ഇല്ലെന്ന് തലയാട്ടി. എൻ്റെ റൗഡിയുടെ സ്വന്തമാവുന്നതിന് ഞാനിതിന് പേടിക്കണം? സ്വന്താക്കുന്നവരെ കുഴപ്പമില്ല, പക്ഷേ സ്വന്തമായി കഴിഞ്ഞാൽ അഞ്ജലി അത്ര പാവുന്നല്ല. കണ്ടോ? കാണാം. ശിവയുടെ കയ്യിൽ പതിയെ തള്ളി അഞ്ജലി ചിരിച്ചു. അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. കുറച്ചു കഴിഞ്ഞത് പൂജാരി താരവുമായി വന്നു. അതുവരെ ഇല്ലാത്ത വിറയിലും പേടിയുമെല്ലാം അഞ്ജലിക്ക് തോന്നി. എന്നാൽ തൻ്റെ പെണ്ണിനെ സ്വന്തമാക്കുന്ന സന്തോഷത്തോടെ ശിവ അവളെ നോക്കി. പൂജാരി നൽകിയ മഞ്ഞച്ചടിയിൽ കോർത്ത താലി വാങ്ങി അഞ്ജലിയുടെ മുന്നിലേക്ക് നീങ്ങി. അവളുടെ മിഴികളിൽ നോക്കി അവൻ സമ്മതം ചോദിച്ചു. അത് മനസ്സിലായതുപോലെ അഞ്ജലി തല താഴ്ത്തി അവൻ്റെ അരികിലേക്ക് നീങ്ങി. അടുത്ത നിമിഷം അവളുടെ കഴുത്തിൽ അവൻ അത് ചാർത്തി. മരണം കൊണ്ടല്ലാതെ ശിവയിൽ നിന്നൊരു വേർപിരിയിൽ ഉണ്ടാവില്ല എന്നായിരുന്നു അഞ്ജലിയുടെ പ്രാർത്ഥന. എല്ലാവരും അവരുടെ മേൽ പൂക്കളിട്ടു. ഡാനി സന്തോഷത്തോടെ ഗൗതമിന്റെ കയ്യിൽ പിടിച്ച്. അഞ്ജലിയുടെ പ്രണയം സ്വന്തമായ ആഹ്ലാദത്തിൽ ഗൗതമിന്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ കൂട്ടുകാരി വിട്ടുപിരിയുന്ന ദുഃഖവും ആ കണ്ണുനീരിൽ ഉണ്ടായിരുന്നു. അവസാന കെട്ടും കെട്ടിക്കഴിഞ്ഞ് ശിവ അവളുടെ നെറുകയിലൊരു ചുംബനം നൽകി. തൻ്റെ പാതിയോടുള്ള അവൻ്റെ പ്രണയം അത് നിറഞ്ഞ മനസ്സോടെ അതിനേക്കാൾ പ്രണയത്തോടെ അഞ്ജലി ഏറ്റുവാങ്ങി. സിന്ദൂര ചെപ്പിൽ നിന്ന് അവിടെ നെറുകിൽ അവൻ സിന്ദൂരം ചാർത്തുമ്പോൾ അഞ്ജലി കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ശിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കയ്യിൽ പടർന്ന സിന്ദൂരം അവളുടെ കവിളിൽ തേച്ച് ശിവ അവളെ നോക്കി ചിരിച്ചു. അഞ്ജലി അവനെ നാണത്തോടെ നോക്കി. ശിവ നീട്ടിയ കൈകളിൽ വിരലുകൾ കോർത്തുകൊണ്ട് അവർ അമ്പലം വലം വെച്ച്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ അമ്പലത്തിൽ നിന്നിറങ്ങി നടക്കുമ്പോഴും ശിവയുടെ കയ്യിൽ അവളുടെ കൈകൾ ഭദ്രമായിരുന്നു. എല്ലാവരും വന്നതും അഞ്ജലി ഗൗതമിനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് അവിടെ അരികിൽ വന്നു. വെറുതെ കരഞ്ഞ് അഭിനയിക്കണ്ട, റൗഡിയെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച മുതലല്ലേ, പോടാ. നീ പോകുന്ന സന്തോഷത്തിലേക്ക് ഇപ്പോഴുള്ള സങ്കടമെല്ലാം മാറും. പിന്നെ നിന്നെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ. കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗൗതം പറഞ്ഞു. അഞ്ജലി കണ്ണോടിച്ചുകൊണ്ട് അവനെ നോക്കി. കീർത്തി വന്ന് അവൾ കെട്ടിപ്പിടിച്ചു. ഹാപ്പി ആയിട്ടിരിക്കടി, എൻ്റെ ഗൗതമിനെ നോക്കിക്കോണം കേട്ടോ. അഞ്ജലി തേയും കൊണ്ട് പറഞ്ഞ കീർത്തി ചിരിച്ചു. അവർ യാത്ര പറഞ്ഞ് കാറിൽ കയറി പോകുന്നവരെ അഞ്ജലി നോക്കി നിന്നു. അവർ പോയതും ശിവയുടെ ആളുകളും പോയി. ഡാനി ശിവയുടെ അടുത്ത് വന്ന് ഇന്ന് വിളിച്ചു കൊടുത്തു. എന്താണോ വിളിക്കുന്നേ? അല്ല, അവിടെ കാര്യം പറയുന്നത് നീ എന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, അതോർത്ത് ചിരിച്ചതാ. ശിവ അവരെ ദേഷ്യത്തിൽ നോക്കിയതും ഡാനി അവനെ കെട്ടിപ്പിടിച്ചു. അതുകൊണ്ട് ശിവ ചിരിച്ചുകൊണ്ട് അവനെയും കെട്ടിപ്പിടിച്ചു. ഞാൻ പോയി അവിടെ നിന്ന് സെറ്റാക്കട്ടെ, നിന്റെ പെണ്ണിനെ കുറവും വേണ്ട. ഓവറാക്കി ചളാക്കിയാറുണ്ടല്ലോ. എൻ്റെ നൻപൻ്റെ കല്യാണം അടിച്ചു വിളിക്കില്ലേ ഞാൻ? മാത്രമല്ല കോളനിയിൽ എല്ലാവരോടും പറയണ്ടേ? ഡാ, നീ ഒന്നും ചെയ്യണ്ട. ഡാനി ശിവ പറയുന്നൊന്നും കേൾക്കാതെ വേഗം ജീപ്പിൽ കയറി പോയി. അവൻ പോയതും ശിവ അഞ്ജലിയെ തിരിഞ്ഞു നോക്കി. അഞ്ജലി അപ്പോഴും കരഞ്ഞോട് നിൽക്കുകയായിരുന്നു. അത് കണ്ടത് ശിവയ്ക്ക് ദേഷ്യം വന്നു. അവനോട് അടുത്ത് പോയിന്നു. അഞ്ജലി വേഗം കണ്ണുടച്ചു. നീ ഇവിടെ നിന്ന് കരഞ്ഞു, ഞാൻ പോവാ. അവിടെ ഒരു മോങ്ങല്.
കുറെ നേരം ഞാൻ സഹിക്കുന്നു. ഇങ്ങനെ കരയാൻ നിന്റെ ആരെങ്കിലും ചത്തോ? എന്നെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ എന്ത് ചെയ്യടി നീ? പറ, എന്ത് ചെയ്യും? കെട്ട് കഴിഞ്ഞ 1 മണിക്കൂറായില്ല, അപ്പോഴേക്കും തുടങ്ങി ദേഷ്യം. ഞാൻ ഇങ്ങനെയാണ്, നീ എന്നെ സഹിച്ചേ പറ്റൂ. അതിനുള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ട്, റോഡിൽ പോയി വണ്ടി എടുക്കുക. ശിവ ബൈക്കിൽ കയറിയിരുന്നു. അവളുടെ മുന്നിൽ ബൈക്ക് എടുത്തി കയറാൻ പറഞ്ഞു അഞ്ജലി കയറിയിരുന്നു. സന്തോഷം തുടിക്കുന്ന ഹൃദയത്തോടെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഞ്ജലി ഇരുന്നു. അവളുടെ കൈകളെ തലോടിക്കൊണ്ട് ശിവയും. അവർ കോർണറിലെത്തുമ്പോൾ മുന്നിൽ തന്നെ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ശിവയുടെ പെണ്ണിനെ കാണാൻ ആ സന്തോഷം അറിഞ്ഞ് എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശിവ ബൈക്കിൽ നിന്നിറങ്ങി അഞ്ജലിയോടൊപ്പം അവർക്കിടയിലൂടെ നടന്നു. എല്ലാവരും അവരെ അനുഗ്രഹിച്ചു. ശിവയുടെ വീടിൻ്റെ മുമ്പിൽ ഡാനിയും ലക്ഷ്മിയും അമ്മുവും ഉണ്ടായിരുന്നു. അഞ്ജലിയെ കണ്ടതും അമ്മു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അമ്മുവിനെ കണ്ടതിൽ അഞ്ജലിക്കും സന്തോഷം തോന്നി. ചേച്ചിയാണ് ശിവേന്റെ ഭാര്യ? അഞ്ജലി അവളുടെ കവിളിൽ തലോടി അതേന്ന് പറഞ്ഞു. ലക്ഷ്മി അവളുടെ അടുത്ത് വന്ന് നെറുകയിൽ തലോടി. ശാലിനി വിളിച്ച എല്ലാം പറഞ്ഞു. മോള് ചെയ്താ ശരി. അഞ്ജലി ലക്ഷ്മിയോട് സംസാരിച്ച് മുകളിലേക്ക് കയറി. അവളുടെ കൂടെ അമ്മുവും പോയി. അവർ മുകളിലെത്തുമ്പോൾ ഡാനി വിളക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് അഞ്ജലിക്ക് ചിരി വന്നു. എന്റെ ചങ്കിന്റെ പെണ്ണായിട്ട് വലുതാലോചിച്ച് കയറിക്കോ. അഞ്ജലി നിറഞ്ഞ മനസ്സോടെ വിളക്ക് വാങ്ങി അകത്ത് കയറിയത് അവളുടെ മനസ്സിലേക്ക് ശിവയുടെ കൂടെ കഴിഞ്ഞ നാളുകൾ ഓർമ്മ വന്നു. ചുണ്ടിൽ ഇളം ചിരിയോടെ അവളുടെ മിഴികൾ മുറിയിലേക്ക് നീണ്ടു. വിളക്ക് വെച്ച് തിരിഞ്ഞത് പുറകിൽ നിൽക്കുന്ന ശിവയെ കണ്ട് അഞ്ജലി പേടിച്ചു. അമ്മുവിനെയും ഡാനിയോടെ കാണാതെ വന്നു ഭയമേറി. ശിവയെ നോക്കാൻ കഴിയാതെ അവൾ മുഖം താഴ്ത്തി. പുലിക്കുട്ടി എലിക്കുട്ടിയായല്ലോ. അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ശിവ പറഞ്ഞതും അഞ്ജലിയുടെ ഹൃദയമിടിപ്പ് കൂടി. അവനെ മാറ്റി അവൾ പോവാൻ നിന്നു. ശിവ അവളുടെ കയ്യിൽ പിടിച്ചു. എവിടെ പോ നീ? എവിടെ പോയാലും രക്ഷയില്ല പോളെ. അഞ്ജലിയുടെ മനസ്സിൽ കൊള്ളിയാൻ മിന്നി. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തിർത്തി ശിവ അവളുടെ മുഖം കയ്യിലെടുത്ത് പൊക്കി. അഞ്ജലി പിടയുന്ന മിഴികളോടെ അവനെ ഉറ്റുനോക്കി. അന്ന് ആ കടൽ തീരത്ത് വെച്ച് ഇഷ്ടം പറയുമ്പോഴും ഇവിടെ വെച്ച് എന്നെ കയറി ഉമ്മക്കുമ്പോഴൊന്നും ഈ പേടിയാൻ കണ്ടില്ലല്ലോ. അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഒന്നും ചെയ്യില്ലെന്ന്. പക്ഷേ ഇന്ന് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിച്ചേരുടെ കയ്യിലെടുത്ത് ശിവ അതിലേക്ക് നോക്കി. നീ ഇതൊന്നും ആവില്ല ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം. വലിയ ആഘോഷമായി നടത്തേണ്ടത് നിന്റെ വിവാഹം. അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും കുറ്റബോധം ഉണ്ടെന്ന ബോധം വന്നു. അഞ്ജലി അവൻ്റെ അടുത്തുനിന്ന് വേഗത്തിൽ അകന്നു മാറി. ശിവ കാര്യം എന്താണെന്നറിയാതെ അവൾ നോക്കി. എനിക്ക് വേണ്ട വലിയ ആഘോഷത്തിലുള്ള വിവാഹമല്ല, എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെയുള്ള ജീവിതം. ഇനി ഒരിക്കൽ കൂടി എന്നോട് ഇത് തന്നെ പറഞ്ഞാലുണ്ടല്ലോ, റൗഡിയുടെ പെണ്ണ ഞാൻ. കുറച്ച് റൗഡിത്തിരക്ക് എൻ്റെ കയ്യിലുണ്ട്. അഞ്ജലി ഗമയിൽ പറഞ്ഞു. ശിവ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ് പിടിച്ചു. ആ നിമിഷം അഞ്ജലി ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി. മീശ പിരിച്ചുകൊണ്ട് ശിവ അവളെ പുരികു ഉയർത്തി നോക്കി. എന്ത്, റൗഡിയുടെ പെണ്ണ് പേടിച്ചോ? അഞ്ജലി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇല്ലേം തലയാട്ടി. അവളിലേക്ക് കൂടുതൽ ചേർന്ന് അവളുടെ മുഖത്തിൽ നേരെ അവൻ്റെ മുഖം അടുപ്പിച്ചു. അഞ്ജലി ഉയർന്ന ശ്വാസഗതിയോടെ ശിവയെ നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ആഗ്രഹിച്ച് കിട്ടിയ പോലെ അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ നോട്ടം തറഞ്ഞു നിന്നു. അവയിലേക്ക് അവൻ്റെ മുഖം അടുത്തു. അഞ്ജലി കണ്ണ് ഇറുകെ അടച്ചു. ഡാ, ലക്ഷ്മിയെ വിളിക്കുന്നു, താഴെ വാ. താഴെ നിന്ന് ഡാനി വിളിച്ചു പറഞ്ഞു. അവർ വേഗത്തിൽ അകന്നു മാറി. ശിവ ദേഷ്യത്തിൽ തലയിരിച്ചു. അഞ്ജലി ചിരിയടക്കി ശിവയെ നോക്കി. ശിവ പോവാൻ നിന്നു. അഞ്ജലി അവൻ്റെ ഷർട്ടിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു. തരാൻ വന്ന് തന്നിട്ട് പോ, അവൾ പ്രണയത്തോടെ ചോദിച്ചു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ അവളുടെ അധരങ്ങൾ കവർന്നു. അവളെ ചുംബിച്ചുകൊണ്ട് തന്നെ വാതിലടച്ചു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. ഭ്രാന്തമായ ആവേശത്തോടെ അവൻ അവളുടെ ചുണ്ടുകൾ നുകർന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ മുടിയിലൂടെ വിരൽ കോർത്തുകൊണ്ട് അഞ്ജലി അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. അവൻ്റെ കൈകൾ അവളുടെ ദേഹമാകെ ഇഴയുമ്പോൾ അഞ്ജലി ആകെ തളർന്നുപോയി. ഒടുവിൽ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ കുസൃതി കാണിക്കാൻ തുടങ്ങിയതും അഞ്ജലി അവയെ പിടിച്ചു വെച്ചു. ശ്വാസം നിലയ്ക്കുമെന്ന് തോന്നിയപ്പോൾ അഞ്ജലി അധരങ്ങളെ മോചിപ്പിച്ചു. ചുംബനം പാതിയിൽ നിന്ന് ആലസ്യത്തോടെ ശിവ അവളെ നോക്കി. ഉള്ളിലെ വികാരങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് അവൻ അവളിൽ നിന്ന് അകന്നു മാറി. അഞ്ജലി അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചു. സ്വപ്നം പോലെ തോന്നുകയാണെല്ലാം. ശിവ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ശിവ അവൾ അവനിൽ നിന്ന് അടർത്തി മാറ്റി. അഞ്ജലി എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കിയത് ശിവ കണ്ണുകൾക്ക് കാണിച്ചു. സ്വപ്നങ്ങളിൽ നിന്ന് കാണിച്ചു തരട്ടെ? വേണ്ട, മോന് ഡാൻസും വിളിച്ച് എന്തിനാന്ന് പോയി നോക്കിവാ. അതിനത്ര സമയമൊന്നും വേണ്ടടി. അറിയാം, എൻ്റെ റൗഡിക്ക് അധികം സമയമൊന്നും വേണ്ടെന്ന്. അവരിൽ നിന്ന് വിട്ടുമാറി അഞ്ജലി പറഞ്ഞു. ശിവ മുഖം ചുളിച്ച്. അഞ്ജലി ചിരിയടക്കി അവനെ നോക്കി. ശിവ പുറത്തിറങ്ങിപ്പോകുന്നുണ്ട്. അഞ്ജലി ചിരിയോടെ തിരിഞ്ഞെന്നും ശിവ വീണ്ടും മടങ്ങി വന്ന് അവളുടെ കവിളിൽ ചുംബിച്ചു. അഞ്ജലി കണ്ണുമിഴിച്ചു. അവനെ ദേഷ്യത്തിൽ നോക്കിയതും ശിവ ഉമ്മൊടുക്കുന്ന പോലെ ചുണ്ടാക്കി താഴേക്ക് പോയി. അഞ്ജലി കവിളിൽ തലോടി നാണത്തോടെ മുഖം കുനിച്ചു. അഞ്ജലി മുറിയിൽ പോയിരുന്നു. മനസ്സിൽ സങ്കടം വന്ന് നിറയുമ്പോൾ ഇരട്ടി സന്തോഷമുണ്ടായിരുന്നു. ശിവയുടെ കൂടെ ജീവിത സ്വപ്നം കണ്ടിരുന്നെങ്കിലും അതെല്ലാവരുടെയും ഇഷ്ടത്തോടെയായിരുന്നു. പക്ഷേ ഒരിക്കലും അത് നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം നിന്നും.
തൻ്റെ പ്രണയം തനിക്ക് സ്വന്തമായപ്പോൾ നഷ്ടമായത് സ്വന്തമായതെല്ലാമായിരുന്നു. എങ്കിലും അവൾ കുറ്റബോധം തോന്നിയില്ല. കാരണം നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ മൂല്യമുള്ളതാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്നായിരുന്നു അവൾ വിശ്വസിച്ചത്. ലക്ഷ്മിയുടെ വീട്ടിൽ അവർക്കുള്ള ഭക്ഷണം ഒരുക്കിയിരുന്നു. അഞ്ജലിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോകാൻ അമ്മുവായിരുന്നു വന്ന്. അവളുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മു അഞ്ജലിയോട് അവളുടെ മനസ്സിലുള്ളതെല്ലാം ചോദിച്ച്. അഞ്ജലി ശിവ തട്ടിക്കൊണ്ടുവന്നു. പിന്നെ ശിവയെ ഇഷ്ടമായത് ഒടുവിൽ അവൻ്റെ സ്വന്തമായതെല്ലാം അമ്മുവിനോട് പറഞ്ഞു. അമ്മു വാ പൊളിച്ചിരുന്നു. ചേച്ചി ശിവേട്ടനെ പ്രേമിച്ച് നടന്നെന്നോ? ആ, എന്തേ? എന്നിട്ട് ശിവേട്ടൻ ചേച്ചി ജീവനോട് വിട്ടല്ലോ. ഭാഗ്യം. അതെന്താടി? പ്രേമം എന്നൊക്കെ പറഞ്ഞ ശിവേട്ടൻ എന്തൊരു ദേഷ്യമാണെന്നറിയോ? എൻ്റെ ചേച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ശിവേട്ടനൊക്കെ ഈ അഞ്ജലി മടക്കി കുപ്പിയിലാക്കി കണ്ടോ, കഴുത്തിലൊരു മിന്നി കെട്ടിക്കൊണ്ട് വന്നേ. ചേച്ചിയുടെ ഭാഗ്യ ശിവേട്ടൻ. ചേട്ടനെ പോലെ ഒരാൾ ഏത് പെണ്ണ ആഗ്രഹിക്കാത്തേ? അതെ അമ്മു, എൻ്റെ ഭാഗ്യം, ആ സ്നേഹം. അഞ്ജലി ചുണ്ടിൽ ചെറിയ ചിരിയോട് എന്തോർത്തുകൊണ്ട് പറഞ്ഞു.